കൂട്ടുചേർന്ന് നടന്നവരാണ് കൊലപാതകികളായി മാറിയിരിക്കുന്നത്. ഇവിടെ കുട്ടികളിൽ കുറ്റവാസന വളർന്ന് വരുന്നത് എങ്ങനെയാണ്? ഈ വേദിയിൽ തന്നെ പലവട്ടം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. താങ്കൾ അതിൽ ഭാഗവാക്ക് ആയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ താമരശ്ശേരി കൊലപാതകത്തെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കണ്ണിലൂടെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേഗിറങ്ങിയിരിക്കുന്ന ഒരു സാമൂഹിക രോഗാതുരതയുടെ, ഒരു സോഷ്യൽ പെത്തോളജിയുടെ പ്രതിഫലനമായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെ കാണുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കൊടും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ സംഘടിതമായും അല്ലാതെയും പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. ഇതൊരു ആഗോള പ്രതിഭാസത്തിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ എടുക്കാമെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുകയും അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഉയർത്തുകയും ചെയ്യേണ്ടത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഇതിന്റെ ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് നമ്മൾ പോയേ പറ്റൂ. പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സമയം കുറയുകയും പരസ്പരമുള്ള ആശയവിനിമയത്തിലൂടെ നടത്തുന്ന ഒരു വൈകാരിക വിനിമയം സാധ്യമാകാതെ വരികയും ചെയ്തതിനെ തുടർന്നുണ്ടായ ഒരു സാമൂഹിക വിച്ഛേദനവും അതിന്റെ ഫലമായിട്ടുണ്ടായ അനുതാപത്തിന്റെ കുറവുമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വീടുകളിൽ ഓരോ വ്യക്തിയും ഒരു ദ്വീപായി മാറി അവരവരുടേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുരുങ്ങുമ്പോൾ കുട്ടികളുടെ മുൻപിൽ ആരോഗ്യകരമായ മാതൃകകൾ ഇല്ലാതെ വരികയും എങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിയായി സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മുതിർന്നവരിൽ നിന്നൊരു മാതൃക ലഭിക്കാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ കൗമാരപ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കാനോ നിറവേറ്റി കൊടുക്കാനോ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഭൂരിപക്ഷം രക്ഷിതാക്കളും പോകുന്നു. അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളും വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങളും മാത്രം നിറവേറ്റിയാൽ മതി എന്നൊരു ചിന്തയിലേക്ക് ഭൂരിപക്ഷം രക്ഷിതാക്കളും എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, കൗമാരപ്രായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഒരു കുട്ടിയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലുള്ളൊരു പരിഗണന കിട്ടുന്നില്ല. വീട്ടിൽ തങ്ങളെ കേൾക്കാൻ ആരുമില്ല. കൗമാരപ്രായക്കാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പരാതി അതാണ്, തങ്ങളെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല, മുൻവിധികളോടെ തങ്ങളെ മുതിർന്നവർ സമീപിക്കുന്നു എന്നുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവർ പിന്നെ സ്വാഭാവികമായിട്ടും തിരിയുന്നത് സ്നേഹം ലഭിക്കാനും അംഗീകാരം ലഭിക്കാനും വിജ്ഞാനം ലഭിക്കാനുമുള്ള മറ്റ് സ്രോതസ്സുകളിലേക്കാണ്. അത് ഡിജിറ്റൽ സ്രോതസ്സുകളടക്കം ഒരുപാട് സംഗതികൾ വരും. അതിൽ പലതും അനാരോഗ്യകരമായ സ്രോതസ്സുകളാകാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഒരു പരിണത ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോ കുറച്ച് നാൾ മുൻപ് കോട്ടയത്ത് നടന്നൊരു സംഭവമാണെങ്കിലും ഇന്നലെ താമരശ്ശേരിയിൽ നടന്ന സംഭവമാണെങ്കിലും ഒക്കെ ഒരു മാസ് ഹിസ്റ്റീരിയയുടെ സ്വഭാവമുള്ള ഒരു പ്രവർത്തനം, ഒട്ടേറെ ആളുകൾ ഒരു പൊതുവായ ഒരു ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തുചാടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ക്രൂരത. ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള മാസ് ആയിട്ടുള്ള ഇത്തരം ക്രൂരകൃത്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ഒന്നോ രണ്ടോ പേര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവര് തീർച്ചയായിട്ടും ചില വ്യക്തിത്വ വൈകല്യങ്ങളുടെ സവിശേഷത ഉള്ളവരാകാനും സാധ്യതയുണ്ട്. ക്രൂരത ആസ്വദിക്കുകയും തെല്ലും കുറ്റബോധം തോന്നാതിരിക്കുകയും മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ആളുകളായിരിക്കാം ഇതിന്റെ. ഡോക്ടർ, ഇവിടെ ഈ ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇവരുടെ ഗ്രൂപ്പിൽ ഈ കൊലയാളികളിൽ ഒരാൾ അജ്നാസ്, അയാളുടെ ഒരു ശബ്ദ സന്ദേശമുണ്ട്. അതിൽ പറഞ്ഞത് ഇടി കൊടുത്തത് കുറഞ്ഞു പോയി എന്നാണ്. നോക്കൂ, അത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും കുറ്റബോധത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള ചില വ്യക്തികൾ നേതൃസ്ഥാനത്തുണ്ടാകുകയും അവരുയർത്തുന്ന ഒരു ഊർജത്തിന്റെ പ്രകമ്പനത്തിന്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോയി ഒരു സ്വഭാവ ദൃഢതയില്ലാത്ത മറ്റ് അനവധി ആളുകൾ മുമ്പേ ഗമിക്കുന്ന ഗോവിന്റെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവരെയൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ട് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവരിൽ ഒട്ടേറെ ആളുകൾ സ്വതന്ത്രമായ നിലയിൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രാപ്തരായ അല്ലെങ്കിൽ അതേ മനോഭാവമുള്ള കുറ്റകൃത്യ വാസനയുള്ള ആളുകളാകണമെന്നില്ല. പക്ഷെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു കുറ്റകൃത്യ വാസനയുള്ള ഒന്നിലധികമോ ആളുകളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് ഇവർ ഈ സംഘടിതമായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവരെ തടയേണ്ടത് ആരാണ്, എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും വീടുകളിലെ ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പോലെ
മാതാപിതാക്കൾക്ക് കുട്ടികളുമായി ഒരു ഫലപ്രദമായ ആശയവിനിമയം സാധ്യമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആസൂത്രണം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാരംഭമായിട്ടുള്ള ഘട്ടത്തിൽ തന്നെ അത് തിരിച്ചറിയാനും അവിടെ ക്രിയാത്മകമായിട്ട് ഇടപെടാനും രക്ഷിതാക്കൾക്ക് സാധിക്കും. പക്ഷേ ഭൂരിപക്ഷം വീടുകളിലും കൗമാരപ്രായക്കാരായ കുട്ടികൾ എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ ആസൂത്രണം ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് പരിപൂർണമായ അജ്ഞത നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഡോക്ടർ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ പ്രൈവസിയിൽ, അത് ചെറിയ കുട്ടികളാണ് പോലും, ആ പ്രൈവസിയിൽ ഇടപെടാൻ മാതാപിതാക്കൾക്ക് അധികാരമില്ല, അവകാശമില്ല വിദേശ രാജ്യങ്ങളിൽ. ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പ്രതിബന്ധം ഉണ്ടായിട്ടില്ല അല്ലേ? സ്വന്തം കുട്ടി, ഇപ്പോൾ ഒരു കതകടച്ചിരിക്കുന്ന ഒരു കുട്ടി അവിടെ എന്ത് ചെയ്യുന്നു എന്ന് മാതാവിനോ പിതാവിനോ കയറി പരിശോധിക്കാം. വിദേശ രാജ്യങ്ങളിൽ അത് പറ്റില്ല. പക്ഷേ മകൻ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടാത്തതും ഒരു വലിയൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം വന്നിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഫോർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, UNCRC, അതൊരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അംഗരാഷ്ട്രങ്ങളായ എല്ലാ ആളുകൾക്കും വ്യക്തി അധികാരം അല്ലെങ്കിൽ അവകാശം അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ വേണം എന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അത്തരം നിയമനിർമ്മാണങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു ആന്തരിക അച്ചടക്ക ബോധം അല്ലെങ്കിൽ ഇന്റേണൽ സെൻസ് ഓഫ് ഡിസിപ്ലിൻ അവരുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ടും വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടും പൊതുവെ കാണപ്പെടാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പൊതുവെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ഗുരുചേല ആ തരത്തിലുള്ള ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്കാരത്തിൽ, ഒരു സമൂഹത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആശയം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളാണ് ഇവിടെ. നമ്മൾ ശാസ്ത്രത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, തലച്ചോറിന്റെ മുൻഭാഗം, ഇതാണ് നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ ശാക്തീകരിക്കും. ഇതിന്റെ വളർച്ച പൂർത്തിയാവുന്ന 24-25 വയസ്സാവുമ്പോഴാണ്. അതുവരെയുള്ള പ്രായത്തിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ പലതും അതിവൈകാരികവും അപക്വവുമാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാലഘട്ടം വരെയെങ്കിലും ഒരു എക്സ്റ്റേണൽ സർവെയിലൻസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്ററിംഗ് ഗുണകരമാണ്. അത് ഒരുപക്ഷെ തീവ്രമായ തരത്തിലുള്ള അവകാശ ധ്വംസനം നടത്തുന്ന തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ആകണമെന്നില്ല. ഒരു ദിശാബോധം നൽകുന്ന രീതിയിൽ ഒരു ചർച്ചയിലൂടെ ഗുണദോഷ യുക്തി വിചാരം അഭ്യസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ വരുന്നത്. ഇപ്പോ അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യം അരാജകത്വത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഒരു പ്രകടമായ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്തവാക്യമാണ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ ലോകം മാറുന്നു. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും പ്രകടമാണ്. ഒരുപക്ഷെ ജനസാന്ദ്രത കുറവുള്ള പ്രദേശങ്ങളിൽ ഈ അവകാശബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധ്യത കൂടുന്നു. പക്ഷെ വളരെയധികം ജനസാന്ദ്രത കൂടുതലുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു അർത്ഥ പാശ്ചാത്യവൽക്കരണം സംഭവിച്ചിരിക്കുന്ന, കുറെയൊക്കെ പാശ്ചാത്യ ജീവിതശൈലി അനുകരിക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ പാശ്ചാത്യ ലോകത്തെ അച്ചടക്കമടക്കമുള്ള കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് പെട്ടെന്ന് ഇറക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സങ്കീർണതകൾ തന്നെയാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഈ താൽക്കാലികമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനുള്ള അവസരം മാതാപിതാക്കൾക്ക് നൽകണം. അവരത് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ ഇടപെടണം. ഒരിക്കലും ഒരു ഏകാധിപത്യ രക്ഷാകർതൃത്വം ആകരുത്. പകരം ആധികാരിക രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് പറഞ്ഞൊരു രീതിയാണ്. അതായത് ഘട്ടം ഘട്ടമായിട്ട് കുട്ടികളെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റാൻ, അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അത് നന്നായി ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും കൂടുതൽ അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മെന്ററിംഗ് സംവിധാനം ആവശ്യമാണ്. ആ മെന്ററിംഗ് ഇല്ലാത്ത ഒരു സാഹചര്യം തീർച്ചയായിട്ടും അരാജകത്വത്തിലേക്ക് നയിക്കും. അതുണ്ടാകാൻ പാടില്ല. ഡോക്ടർ, അവിടെയും മാതാപിതാക്കൾക്ക് ഉള്ളിൽ ഭയമുണ്ട്. നോക്കൂ, ഇപ്പോൾ മക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ അച്ഛനെയും അമ്മയും വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? സമീപകാലത്ത് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മളൊരു 2 ദിവസത്തിന് മുൻപ് പോലും ഈ ഒരു ഫ്ലോറിൽ ചർച്ച ആ ഒരു വിഷയം തന്നെയാണ്. അത് വല്ലാത്ത ഒരു സാമൂഹ്യ വിച്ഛേദനത്തോടൊപ്പം ഈ ഡിജിറ്റൽ ലോകം ഉണ്ടാക്കി വെച്ച ഒരു എടുത്തുചാട്ട സ്വഭാവവും അതിന് മുകളിലേക്ക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കീർണതയാണ്.
അപ്പൊ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു വീട്ടിനുള്ളിലുള്ള ആളുകൾ തന്നെ കഴിയേണ്ടി വരുന്നു. വീട്ടിനുള്ളിലുള്ള കുട്ടികളുടെ പുറത്ത് മാതാപിതാക്കൾക്കുള്ളതിനേക്കാൾ സ്വാധീനം ബാഹ്യശക്തികൾക്ക് വരുന്നു. ആ സ്വാധീന ശക്തി നല്ല കാര്യങ്ങൾക്കല്ലാതെ ലഹരി വിപണനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ദുഷിച്ച അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ കുറേയധികം ഇടപെടലുകൾ വീട്ടിൽ ഈ പറഞ്ഞ പേരന്റിങ്ങിന്റെ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കുട്ടികളോടൊപ്പം ഒരു ക്വാളിറ്റി ടൈം ചെലവഴിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ പരിഷ്കരണം ആവശ്യമുണ്ട്. അതിനകത്ത് കലാ കായിക പ്രവർത്തനങ്ങൾക്കുള്ള സമയവും സാഹചര്യവും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം മുതിർന്നവർക്കുണ്ട്. ഇത്തരത്തിൽ ഈ കൗമാരപ്രായക്കാരുടെ എനർജി അല്ലെങ്കിൽ ഈ ഊർജം ക്രിയാത്മകമായ മേഖലകളിലേക്ക് ചാനൽ ചെയ്ത് വിട്ടിട്ട് ഈ ഡിജിറ്റൽ അടിമത്തത്തിലേക്കോ ലഹരി അടിമത്തത്തിലേക്കോ അവർ പോകുന്ന ഒരു സാഹചര്യം തടയേണ്ട ഒരു സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്.